ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള 30-ാം തീയതിയിലേക്കുള്ള ട്രേഡിംഗ് പ്ലാൻസ് നോക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്നലെ പറഞ്ഞിരുന്ന ലെവൽസിൽ ഈ ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഏത് രീതിയിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. താഴെ നമ്മളൊരു ട്രെൻഡ് ലൈൻ, ഒരു ലോങ് പീരീഡിനകത്ത് എടുത്തിരിക്കുന്ന ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ വരെ വരും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഇന്ന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം, ആദ്യത്തെ ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് നമ്മുടെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ 48,973. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നൊരു ലെവൽസാണ്. അതിനകത്ത് 973 ഫസ്റ്റ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് നേരെ വരുന്നു, ആ ഒരു താഴ്ന്നു വന്നിരിക്കുന്നത് നേരെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ 48,673. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് നോക്കിയാൽ കാണാം, ഏകദേശം ഈവനിങ് വരെ പല സമയങ്ങളിലായിട്ട് ആ ഒരു ലെവലിനകത്ത് റെസിസ്റ്റൻസ് എടുത്ത് പോയിരിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, രാവിലെ കിട്ടുന്ന ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. സോ രാവിലെ കിട്ടുന്നൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനായാൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞില്ലെങ്കിൽ അധികം ഒരു പ്രീമിയത്തിനകത്ത് അധികം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റ് ആയിരിക്കും അതിനുശേഷം ഉണ്ടാവുക. ആ ഒരു പ്രീമിയം ചെയ്തില്ല, ഒരു സൈഡ് വേസ് മാർക്കറ്റ് പോലെ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ എടുത്തിരിക്കുന്നൊരു എൻട്രി തന്നെയാണെന്ന് കരുതുക. ഇവിടുന്ന് ഒരു എൻട്രി, ഒരു റെസിസ്റ്റൻസ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞ് ഒരു എൻട്രി എടുക്കും. ഒരു 1 മിനിറ്റ് ക്യാൻഡിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു കറക്റ്റായിട്ട് ഒരു എൻട്രി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു സംഭവത്തിൽ ക്യാൻഡിലിനകത്തൊക്കെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും മാർക്കറ്റ് ഏകദേശം 600 പോയിന്റോളം മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് എടുത്തിരിക്കുന്ന ഒരു എൻട്രി അധികം ഒരു ഗുണം ചെയ്യാത്ത രീതിയിലേക്കായിരിക്കും പോകുക. കാരണം ഇത്രയും നേരം മാർക്കറ്റ് ഈ ഒരു ഏരിയക്കകത്ത് കൺസോൾട്ടേഷൻ വരുന്ന സമയത്ത് പ്രീമിയം മെൽറ്റായി, പിന്നീട് ബാലൻസ് ഒന്നും എന്താ പറയുക, അത് ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് വരില്ല. അതും ഇവിടെ വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാർക്കറ്റ് നന്നായിട്ട് അടിച്ച് ലാസ്റ്റ് ഒരു 3 മണി സമയത്തുണ്ടാകുന്ന ഒരു സമയത്ത് ഒരു 0 പ്ലേയേഴ്സിൻ്റെ മാർക്കറ്റായി ഏകദേശം 211 പോയിന്റ് മുകളിലേക്ക് കയറുകയും ചെയ്തു. സോ രാവിലത്തെ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇവിടുന്ന് ഈ ഒരു മൂവ്മെൻറ്റ് ഇത്രയും 287 പോയിന്റ് എടുത്തിരിക്കുന്ന ഈ സംഭവങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയായിരുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയ്ക്കകത്ത് തന്നെയാണ് മാർക്കറ്റ് അധിക സമയം കൺസോൾട്ടേഷൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ. സോ ഇത് കൺസിഡർ ചെയ്യുന്ന ആളുകൾക്കാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ മാർക്കറ്റും കാര്യങ്ങളും ഇന്ന് ഉണ്ടായിരുന്നത്. ഇതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആ ലെവലിലേക്ക് കുറച്ചുകൂടി മാർക്കറ്റ് താഴെ വരാണ്ട് നമ്മൾ തൊട്ട് താഴെ തന്നെ ഇവിടെ മാർക്കറ്റ് ലെവൽ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 176 പോയിന്റും കൂടി, ഇന്ന് വന്നിരിക്കുന്ന ലോഞ്ച് താഴത്തേക്ക് ഒരു 176 പോയിന്റും കൂടി ആ റേഞ്ച് കൂടി വരാണ്ട്. നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും നിഫ്റ്റിയിലും ഗ്യാപ്പ് ഡൗണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിയർലി നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ ലോന്ന് ഏകദേശം 50 പോയിന്റ് ആ റേഞ്ചിൽ നിഫ്റ്റിയുടെ ഇതിലേക്കുള്ളൂ. പിന്നെ നമ്മൾ ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആൾറെഡി ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. മുകളിലേക്ക് കയറി കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു ഏരിയ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് അകത്തായിരുന്നു ആദ്യത്തെ ഒരു മണിക്കൂറോളം ട്രേഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു. ദെൻ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു വോളിയമുള്ളൊരു ക്യാൻഡിൽ വെച്ചിട്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നു. ഒരു എം പാറ്റേൺ പോലെ നമുക്കിവിടെ ഒരു എം പാറ്റേൺ ഇവിടുന്ന് കാണാവുന്നതാണ്. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം നല്ലൊരു ഫാൾ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ആർക്കും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് ആയിരുന്നില്ല. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും നാളെ എക്സ്പയറി ആണ്. സോ അത്യാവശ്യം നല്ല മെൽറ്റിംഗ് ഇന്നും ഉണ്ടായിരിക്കും. സോ നമുക്കിവിടെ 1-2 എൻട്രി പോയിന്റ്സ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ സംഭവങ്ങളിൽ നിഫ്റ്റിക്കകത്ത് നിന്നുണ്ടായിരുന്നൊരു എൻട്രി ഏരിയ എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയയാണ്. നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ മാർക്കറ്റിനകത്ത് തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്നൊരു ഏരിയയാണ്. ആ ഒരു ഏരിയക്കകത്താണ് താഴെ വന്നതിന് ശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തു 2 തവണ സപ്പോർട്ട് എടുത്തിരിക്കുന്ന സാധനം മാർക്കറ്റ് താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി ആ ഒരു ക്യാൻഡിൽ ഒരു റിവേഴ്സിൽ സിഗ്നൽ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ വന്നു. അതിന് ശേഷം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങൾ. സോ ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റ് ഏത് രീതിയിൽ വരും എന്നുള്ള കാര്യം നോക്കാം. സോ നമുക്ക് മാർക്കറ്റിൻ്റെ കേസ് വരുന്നത് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമ്മൾ 15 മിനിറ്റ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്ക്, കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പം മാർക്കറ്റ് മുകളിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് വരുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് എടുത്തിരിക്കുന്നത്. സോ ആ ഒരു ട്രെൻഡ് ലൈനകത്ത്
സപ്പോർട്ട് എടുക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സംഭവങ്ങൾ ചെറിയൊരു പോയിന്റ് കൂടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് റാലി ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല നമ്മൾ ലേശം കൂടി ഒരു ലോങ് പീരീഡിലേക്കുള്ള സംഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഒരു ട്രെൻഡ് ലൈൻ കാണാവുന്നതാണ്. മാർക്കറ്റ് നമ്മൾ മുൻപ് ദിവസങ്ങളിലൊക്കെ നോക്കിയിരുന്നതാണ്, ഒരുപാട് കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന സംഭവം. ഓക്കെ, അതൊരു ആ ഒരു ട്രെൻഡ് ലൈനകത്തേക്ക് ഒരുപാട് താഴത്തേക്ക് ഇനിയും പോരാനുണ്ട്. പക്ഷേ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനാണ്. അവിടേക്ക് എത്തുന്ന രീതിയിലൊന്നുമില്ല. സോ നമ്മൾ അത്രയും താഴത്തേക്ക് മാർക്കറ്റ് ഇതിന് താഴേക്ക് വീഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ താഴെ 2 ലെവൽസ് വേറെയും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പക്ഷേ അത്രയും ഒരു കറക്ഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ ഒരു ഇപ്പം മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത്യാവശ്യം നല്ല റാലി നമുക്ക് കിട്ടിയ ശേഷം മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം വേണ്ടി വരുന്ന രീതിയിലൊരു കറക്ഷൻ അത്ര മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ നാളത്തെ മാർക്കറ്റ് ഒന്ന് താഴെ വന്നതിന് ശേഷം ഒരു നോർമൽ ഓപ്പണിംഗ് ആണെന്ന് കരുതാം. ഇപ്പം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് തന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് നാളെയും വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് ഒന്ന് നിന്നതിന് ശേഷം മാർക്കറ്റിന് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു രീതിയിൽ മാത്രമേ ഒരു സി എൻട്രി എന്നുള്ള രീതിയിൽ പരിഗണിക്കുള്ളൂ. സി എൻട്രി എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്ന ഒരു കേസാണെങ്കിൽ തന്നെ നാളെ അത്യാവശ്യം നല്ല രീതിക്കകത്ത് ഒരു വോളാറ്റിലിറ്റി കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ, കാരണം രാവിലെ ഇത്രയും ഒരു ഏരിയക്കകത്ത് തൊട്ട് മുകളിൽ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആയിട്ട് മുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ ഒരു ചെറിയൊരു മൂവ്മെൻറ്റിനും കാര്യങ്ങളും സി എൻട്രീസ് ഇവിടെ എടുക്കുന്ന രീതിയിലാണ് ചെറിയ പ്രീമിയം മെൽറ്റായി നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങളായി പോകും. നാളത്തെ രീതിയിൽ ഒരു സി എൻട്രി എന്നുള്ള കൺസിഡറേഷനിലേക്ക് പോകുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വോളറ്റൈലായിട്ടൊരു മാർക്കറ്റ് വന്നു, അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടി ഇന്ന് മാർക്കറ്റ് കയറി ഈ ഒരു ഏരിയക്കകത്ത്. ഇതിനകത്ത് നമ്മൾ ഈ ഇന്നത്തെ ദിവസങ്ങളിൽ രാവിലത്തെ ഏരിയയിലേക്കകത്ത് നിന്ന് ഈ ഒരു ഏരിയ ഒരു ന്യൂട്രൽ സോണായിട്ടാണ് നാളത്തെ മാർക്കറ്റിനകത്ത് ഞാൻ കാണുന്നത്. സോ ഇവിടെ കയറി ഇതിനകത്താണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് നിൽക്കുകയും പ്രീമിയം മെൽറ്റ് ആവുന്ന രീതിയിൽ ഒരു മാർക്കറ്റിലേക്ക് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സമയം ഒരു നോ ട്രേഡ് സോൺ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. സോ ഇതിന് മുകളിലേക്ക് കിട്ടുന്ന ഒരു സംഭവം, ഇതിന് മുകളിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിലിനനുസരിച്ച് മാത്രമേ ഇതിന് മുകളിലേക്കാണ് കയറുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് ആൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. സോ അതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു എൻട്രി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ ഗ്യാപ്പ് ഇവിടെ ആൾറെഡി കിടക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നാളെ വർക്ക് ചെയ്യും. സോ നാളത്തെ രീതിയിൽ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലൈനകത്ത് വന്നതിന് ശേഷം മാർക്കറ്റ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. സോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വീക്കിലി ഒക്കെ ഉണ്ടായിരിക്കുന്ന പോലെ നമുക്കൊരു ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്ന് വേണമെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു, ഇതിന് നല്ലൊരു വോളിയത്തിലൊരു ക്യാൻഡിൽ താഴേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ അങ്ങനെ ഒരു കയറുന്ന ഒരു സിനാരിയോ വരികയാണെങ്കിൽ ഒരു 2 മണിക്ക് ശേഷമൊക്കെ ഒരു നല്ല വോളിയത്തിലൊരു ക്യാൻഡിൽ താഴേക്ക് വരികയും അതിനുശേഷം മുകളിലേക്ക് പോകുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ 0 ഓവർ ഹീറോ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പ്ലാൻ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നാളത്തെ ആഫ്റ്റർനൂണിലാണ് അത് വരുന്നതെങ്കിൽ നിഫ്റ്റിക്കകത്ത് ആ ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന രീതിയിൽ തന്നെ ഇന്ന് ഈ ഒരു ഏരിയക്കകത്തായിരുന്നു. ഈ ഒരു ഏരിയയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ലാസ്റ്റ് ഒരു 3 മണിക്ക് ശേഷം ഉണ്ടായിരുന്ന മാർക്കറ്റ് ഉണ്ടായത്. നമുക്ക് താഴെയും മുകളിലും ഓരോ ട്രെൻഡ് ലൈൻസ് നമുക്ക് കാണാവുന്നതാണ്. താഴെയുള്ളത് നമുക്ക് ഈ ഒരു നിഫ്റ്റിയുടെ കേസ് പറഞ്ഞിരുന്ന ഈ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയം മുതൽ മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈനാണത്. സോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നാളെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നതിന് ശേഷം മുകളിലേക്ക് പോകുന്നൊരു മാർക്കറ്റ് ഇതിന് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സി എൻട്രി എന്നുള്ള രീതി നമുക്ക് പരിഗണിക്കുന്നത് നാളെ നിഫ്റ്റി സ്വാഭാവികമായും ഒരു എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് ഒരു കൺസോൾട്ടേഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അധികം മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. സോ ബാങ്ക് നിഫ്റ്റി താഴെ വന്ന് ടച്ച് ചെയ്തൊരു കൺസോൾട്ടേഷൻ രീതിക്കകത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു എൻട്രി എന്നുള്ള രീതി കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ ഒരു സി എൻട്രി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഞാനൊരു കൺസിഡറേഷൻ കൊടുക്കുന്നതെങ്കിൽ താഴെ വന്നതിന് ശേഷം തൊട്ട് മുകളിലും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒരു നോ ട്രേഡ് സോൺ ആയിട്ടാണ് നാളെ കാണുന്നത് ഞാൻ. ഈ ഒരു ഏരിയ നമ്മൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്രീമിയം മെൽറ്റ് ആവുന്ന നിഫ്റ്റിക്കകത്ത്
പ്രീമിയം മെൽറ്റ് ആവുന്നൊരു സംഭവം വരുന്നത് പോലെ ബാങ്ക് നിഫ്റ്റി വരാൻ സാധ്യതയില്ല. കാരണം ഇന്ന് ആൾറെഡി ഇത് വന്നിരിക്കുന്നതുകൊണ്ട് ചെറിയ സ്കാൽപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ അതിനകത്ത് നോക്കാം. അതല്ലാതെ വലിയൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഒരു ട്രെൻഡ് ലൈൻ കിടക്കുന്നത്, ഇതിന് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു സി എൻട്രി എന്നുള്ള രീതിയിലേക്ക് ഞാൻ നാളെ പോകുള്ളൂ. ഒരു പി എൻട്രി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സംഭവങ്ങളാണെങ്കിൽ ഇന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 30 മിനിറ്റ്സ് ഒരു മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടി ഈ ഒരു ലൈനിന് മുകളിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഏരിയക്കകത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നൊരു മാർക്കറ്റ് ആണെങ്കിൽ ഇവിടുന്ന് വന്നു മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത ശേഷം ഒരു താഴേക്കുള്ളൊരു സിമ്പിളൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പി എൻട്രി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ നമുക്ക് ടാർഗറ്റും വെക്കാവുന്നതാണ്. സോ നാളത്തെ ഒരു മാർക്കറ്റിലെ ഒരു പി ആർ സി എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും.